എല്ലാ കൂട്ടുകാർക്കും ജാനീസ് ഫാൻറ്റസിയിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഇത് എല്ലാവർക്കും പാചകം ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന്. നല്ല നാടൻ ടേസ്റ്റിൽ ചിക്കൻ കറി എങ്ങനെ പാചകം ചെയ്യാം എന്ന് നമുക്കിന്ന് ഇവിടെ നോക്കാം. ഇത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ബാച്ചിലേഴ്സിന് ഇത് വളരെയധികം ഉപയോഗപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇത് പാചകം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതൊന്ന് പാചകം ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കൻ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, മുളക് പൊടി ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ് 2.5 ടീസ്പൂൺ. നോർമൽ മുളക് പൊടി യൂസ് ചെയ്യുന്നവർ 1.5 to 2 ടീസ്പൂൺ മാത്രമേ യൂസ് ചെയ്യാവൂ. മല്ലിപ്പൊടി, കടുക് 1 ടീസ്പൂൺ, പിന്നെ ഉപ്പ്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി. ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അത് ചതച്ചെടുക്കണം. പിന്നെ കൊച്ചുള്ളി ഒരു 10 എണ്ണം 2ആയിട്ട് കീറിയിട്ടേക്കുവാണ്. ഒരു 2 മീഡിയം സൈസ് സവാള, 4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 1/4 കപ്പ് തേങ്ങ കൊത്തിയത്. പിന്നെ ഇത് പാചകം ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇത്രയാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമുക്കിത് പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ജസ്റ്റ് അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് നല്ലപോലെ ചൂടായിട്ട് മാത്രമേ കടുക് ഇട്ട് കൊടുക്കാവൂ, കാരണം കടുകൊന്ന് പൊട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൊത്തി വെച്ചേക്കുന്ന ആ തേങ്ങ, ആ മുഴുവൻ തേങ്ങയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം തേങ്ങ ഒത്തിരി മൂക്കരുത്. അതുകൊണ്ട് 2-3 മിനിറ്റ്, മാക്സിമം ഒരു 3 മിനിറ്റ് വരെ ഇളക്കിയിട്ട് നിർത്തുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വലിയുള്ളി, സവാളയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും, ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം. അതിൻ്റെ ഏത് മസാല ഇട്ടാലും നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചപ്പ് മാറുന്നിടം വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഈ മുളക് പൊടിയുടെ പച്ചമണം മാറണം, അല്ലെങ്കിൽ കറി ശരിയാവത്തില്ല. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഏകദേശം ഒരു 1 മിനിറ്റ്, ഒരു 1-1.5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1.5 സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം മിക്സ് ഒന്ന് സെറ്റായി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ ഒരു കളർ വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ചിക്കൻ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇളക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം കറി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഉപ്പ് ആഡ് ചെയ്യാം. ഉള്ളി വഴറ്റുന്ന ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതനുസരിച്ചാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടിട്ട് ഈ പാത്രം അടച്ചു വെക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഒത്തിരി തീ കൂട്ടിയിടരുത്. ഏകദേശം ഒരു 30-35 മിനിറ്റ് വേണം ഇത് മൊത്തത്തിലൊന്ന് റെഡിയായിട്ട് വരാനായിട്ട്. ഈ കറി ഒന്ന് സെറ്റായി വരാനായിട്ട് 35 മിനിറ്റോളം എടുക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി വെക്കുമ്പോൾ നമുക്ക് മെയിൻലി വേണ്ടത് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൊച്ചുള്ളി. ഇത് മൂന്നുമാണ് നമ്മുടെ കറിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറിയുടെ അതേ ടേസ്റ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, കപ്പയുടെ കൂടെ വേണമല്ലോ, എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഈ ചിക്കൻ കറി കഴിക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ്സ് പറയണം. നിങ്ങളുടെ കമൻറ്റ്സിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. നമ്മുടെ അടുത്ത റെസിപ്പി ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.